Hey all, welcome to the Pro Wrestling Analyst channel. പ്രോ റെസ്ലിംഗ് ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ പ്രതീക്ഷകളൊന്നും തെറ്റിയില്ല. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഷോർട്ട് ട്രെയിൻ ടൈറ്റിൽ ട്രെയിൻ നമുക്ക് കാണാൻ പറ്റി അല്ലേ? അതെ, കുറച്ചധികം നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഷോർട്ട് ട്രെയിൻ. ഈവൻ ക്യാഷിൻ സംഗതികൾ നമുക്ക് അല്ലെങ്കിൽ ഡ്രൂ മാക്കൻഡറിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പോയെന്നുള്ളത്. എന്നാലും പക്ഷേ ഇത്രയും ഷോർട്ട് ആയിട്ടുള്ള ഒരു ട്രെയിൻ ഒത്തിരി നാൾ കൂടിയാണ്. നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞ പോലെ തന്നെ സാമി സൈനെ ഒരു ട്രാൻസിഷണൽ ചാമ്പ്യൻ ആയിട്ടാണ് ഇപ്പൊ WWE കുറച്ച് വർഷങ്ങളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇന്റർകോണ്ടിനൽ ചാമ്പ്യൻഷിപ്പ് എടുക്കുമ്പോഴും അല്ലെ, എല്ലാത്തിനാണെങ്കിലും ആരുടെയും ഡിഫീറ്റ് ചെയ്ത് ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 മന്ത്സിനുള്ളിൽ അത് സാമിയുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു രീതിയിലാണ്. ആ ഒരു ലോജിക്കായിരുന്നു ഈ പ്രാവശ്യം നടന്നിരുന്നത്. അതില് CM Punkന്റെ റിട്ടേൺ നമുക്കറിയാമായിരുന്നു. ചിക്കാഗോയിലാണ് CM Punk ചിക്കാഗോയും റിട്ടേൺ ചെയ്യുന്നത് നമുക്ക് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള തന്നെയായിരുന്നു. അതൊരു ഫോർമാലിറ്റി ആണല്ലോ. ഇപ്പൊ ഇവിടെ ചിക്കാഗോ പോയാലും CM Punkന്റെ തട്ടമാണല്ലോ. അപ്പൊ പിന്നെ എങ്ങനെയാണെങ്കിലും അളിയാൻ വന്നേ പറ്റും. അപ്പൊ ഇത് എങ്ങനെ വരും, എങ്ങനെ ഈ സ്റ്റോറിയിലോട്ട് ഇൻവോൾവ് ആകും എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു ഇതേ. അപ്പം നമുക്കൊരു ഐഡിയ വരാഞ്ഞതാ. അപ്പം ആദ്യത്തെ സെഗ്മെന്റ് കണ്ടപ്പോൾ എനിക്ക് കത്തി. ഓക്കെ, കോടി റോഡ്സിനെ എടുത്ത് പുറത്തിട്ടു. അപ്പം ടേക്കൺ ഔട്ട്. അപ്പം അതൊരു ചാൻസ് ആണ് CM Punkനെ ഇറക്കാനായിട്ട്. CM Punkന്റെ റിട്ടേൺ ചിക്കാഗോ ഓഫ് കോഴ്സ്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ആദ്യം ഓർത്തു ഇനിയിപ്പം എന്നാൽ പിന്നെ മാച്ച് കോൾ ഓഫ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ഗന്ധറോ വല്ല ഇൻവോൾവ് ആവുമോ. അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ സാമിയുടെ സാമി ചോദിച്ചു അപ്പൊ പിന്നെ മാച്ച് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം വന്നപ്പോൾ ആഡം പിയേഴ്സ് ഒന്നും അല്ല, മാച്ച് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അപ്പം മനസ്സിലാവും ഇത് CM Punk വരാനോ CM Punkനെ എടുപ്പിക്കാനായിരിക്കും. ഞാൻ വേഴ്സ്റ്റ് കേസ് സിനാരിയോ തന്നെയാണ് എന്റെ മനസ്സിലിരുന്നത്. ഓക്കെ, ഇപ്പോൾ തോക്കട്ടെ എന്നുള്ള നമുക്കറിയാം. അപ്പൊ അതിനകത്ത് വേറെ ഒന്നും പറയാനൊന്നുമില്ല. എനിക്ക് ഏറ്റവും വലിയ ഇത് വന്നെന്ന് പറഞ്ഞാൽ ഫ്രസ്ട്രേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ സ്മാക്ക് ഡൗണിന്റെ ചാമ്പ്യൻഷിപ്പ് റോയിൽ ഡിഫെൻഡ് ചെയ്ത് ഇവർ ഈ ബ്രാൻഡ് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ് വെച്ചോണ്ടിരിക്കുന്നത് എന്തിനാണെന്നുള്ളത്. അപ്പൊ അതും ആയി. ഇപ്പം പറയുന്നത് നമുക്കറിയാം CM Punkനെ അവർക്ക് സ്മാക്ക് ഡൗണിൽ വേണം. USA നെറ്റ്വർക്കിന് മെയിനായിട്ട് CM Punkനെ സ്മാക്ക് ഡൗണിൽ വേണമെന്നുള്ള അവരുടെ മെയിൻ ഒരു റിക്വയർമെന്റ് ആയിരുന്നു WWE പറഞ്ഞത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഈ ഒരു പ്ലാൻ വെച്ച് CM Punkനെ ചാമ്പ്യൻഷിപ്പ് എടുത്തതും. ഓഫ് കോഴ്സ് ബൈ ചാമ്പ്യൻഷിപ്പ് എടുത്തതോടുകൂടി CM Punk സ്മാക്ക് ഡൗൺ റോസ്റ്ററിന്റെ ഭാഗമാകുന്നു. അത് നമ്മൾ സ്മാക്ക് ഡൗണിലും കണ്ടു. എനിവേസ് മാച്ച് നൈസ് മാച്ചായിരുന്നു, അടിപൊളി മാച്ചായിരുന്നു. നമ്മൾ സാമി സൈൻ്റെ മാച്ചസ് കാണുമ്പോൾ അറിയാം, സൂപ്പർ ബാക്ക് ആൻഡ് ഫോർത്ത് മാച്ച്. നമ്മൾ അവസാനം വരെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു സാമി ജയിക്കും. ആ രീതിയിലാണ് ആ മാച്ച് പോയത്. എനിക്ക് അവസാനം വരെ ഒരു സ്ലൈറ്റ് 1% പ്രതീക്ഷ നമ്മൾ വെക്കുമല്ലോ എങ്ങനെയായിരിക്കും. ഒരു പക്ഷേ ഇനിയിപ്പം സമ്മർ സ്ലാമിലോട്ട് ഇത് ലീഡ് ചെയ്യാൻ തക്കവണ്ണം എന്തെങ്കിലും കൊണ്ടുപോയാലും നല്ലതായിരുന്നു എന്നുള്ള രീതിയിൽ ഞാൻ പ്രതീക്ഷിച്ചു. എനിവേസ് അവസാനത്തെ എന്നാളും CM Punk ജയിച്ചു. ഈസ് WWE ചാമ്പ്യൻ അഗൈൻ അല്ലെ. CM Punk ആണ് ഫസ്റ്റ് റെസ്ലർ പുതിയ വേർഷൻ ഓഫ് ബോത്ത് വേൾഡ് ടൈറ്റിൽസ് എടുക്കുന്നത്. അതായത് ഹെവി വെയിറ്റ് ചാമ്പ്യൻഷിപ്പും WWE ചാമ്പ്യൻഷിപ്പിന്റെ പുതിയ വേർഷൻസ് എടുക്കുന്ന ഫസ്റ്റ് റെസ്ലറാണ് ഇപ്പം CM Punk. ശരിക്കും പറഞ്ഞാൽ റോമൻ ആക്ച്വലി അത് പുതിയ ചാമ്പ്യൻഷിപ്പുമായിട്ട് ചാമ്പ്യൻ ആയ ആളായതുകൊണ്ട് റോമൻ നമുക്കത് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് വേറെ ഒരു ഇതും കൂടെ പറയാനുള്ളത്, CM Punkന്റെ ബോഡി ട്രാൻസ്ഫർമേഷൻ അതൊരു ഇത് തന്നെ അടിപൊളിയായിട്ടുണ്ട്. പുള്ളി വർക്ക്ഔട്ട് ചെയ്ത് സംഗതി ഒന്ന് സെറ്റ് എപ്പോഴേ ഫിൽ എന്നുള്ള ഒരു തൂങ്ങിയ മസിലും അങ്ങനത്തെ പരിപാടിയിൽ നിന്നൊക്കെ ഒന്ന് ബെറ്റർ ആയി ആക്ച്വലി ആ ഒരു ഫ്യൂ മന്ത്സ് മാറി നിന്നപ്പോഴത്തേന്. എനിക്കൊന്ന് CM Punkനെ നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ്. അതെ തീർച്ചയായിട്ടും ഇതാണ്. അതെ, പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഇതുപോലെ തന്നെ പുതിയ ചാമ്പ്യൻഷിപ്പ് അതായത് ടാഗ് ടീം ചാമ്പ്യൻസ് സ്ട്രീറ്റ് പ്രോഫിറ്റും വിഷ്ണുമായിട്ടുള്ള മാച്ച് ഉണ്ടായിരുന്നു. അതിൽ വിഷ്ണു ആക്ച്വലി നമ്മുടെ പോൾ ഹെയ്മൻ അങ്ങോട്ട്, അതായത് നിങ്ങളുടെ വഴി എന്നുള്ള രീതിയിലായിരുന്നു പുള്ളിയുടെ ടോക്കും കാര്യങ്ങളും ഒക്കെ. എന്നാണെങ്കിലും മാക്സിൻ ഡുപ്രി ഇൻവോൾവ് ആയി. മാക്സിൻ ഡുപ്രിയുടെ ഒരു ഹീൽ ടേൺ ഉണ്ടായിരുന്നു. മാക്സിൻ ഡുപ്രി ഹെൽപ്പ് ചെയ്തിട്ടാണ് പുതിയ വിഷന് ചാമ്പ്യൻഷിപ്പ് എടുക്കാൻ പറ്റിയത്. നമുക്ക് കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണുന്നുണ്ട്, കുറച്ച് വീക്കുകളായിട്ട് കാണുന്നുണ്ട് മാക്സിൻ ഡുപ്രിയും ഓസ്റ്റിൻ തിയറി ആയിട്ടുള്ള ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ അതൊരു ന്യൂ റിലേഷൻഷിപ്പ് വിത്ത് തിയറി എന്നുള്ള രീതിയിലാണ് ഇനിയും മുന്നോട്ട് സ്റ്റോറി പോകുന്നത്. അതെ, അത് കുഴപ്പമില്ല. ഒരു എന്നാ പറയുക, ഓസ്റ്റിൻ തിയറിയുടെ കുഴപ്പമെന്ന് ഓസ്റ്റിൻ തിയറി നല്ലൊരു വർക്കറാണ്, എല്ലാമാണ്. പക്ഷെ ഇതുവരെ ക്രൗഡുമായിട്ട് ഒരു രീതിയിൽ കണക്ട് ആവുന്ന ഒരു സ്റ്റോറിയോ ക്ലിക്ക് ഒന്നും ആയിട്ടില്ല ഇതുവരെ. ഒത്തിരി നാളായി അവന് കിട്ടാവുന്ന പരമാവധി ചാൻസസ് ഒക്കെ കിട്ടി അല്ലെ. നമ്മൾ ജോൺസിനെ റെസ്ലിനെ തോപ്പിച്ചു. ഈ വാസ് നെക്സ്റ്റ് ജോൺസിൻ ആക്ച്വലി. അപ്പം ഇത് വർക്കൗട്ട് ആവുന്ന പ്രതീക്ഷയില്ല. കാരണം ഇതുപോലെയൊക്കെ ഒരു സ്റ്റോറി ലൈൻ ചിലപ്പോൾ ഒരുപക്ഷെ അതിനകത്ത് ഇപ്പം വർക്കൗട്ട് ആയി എഡ്ജിന്റെ ആ ഒരു അതുപോലെയൊക്കെ ഒരു രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഓസ്റ്റിൻ തിയറിയെ. പിന്നെ വിഷന്റെ പുതിയൊരു ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു, വിഷന്റെ ഒരു ആൾക്കാരിൽ ഇപ്പോൾ WWE ഇൻസൈഡേഴ്സിൽ തന്നെ ഒരു 2 ഇതിൽ ഒന്നെങ്കിൽ വിഷൻ മുഴുവൻ കളയണം, അല്ലെങ്കിൽ വിഷനിൽ കുറച്ച് എക്സ്ട്രാ പുതിയ മെമ്പേഴ്സിനെ കൊണ്ടുവന്നൊന്ന് റിവാമ്പ് ചെയ്തെടുക്കണം എന്നുള്ള പ്ലാനാണ്. ഒരുപക്ഷെ അതിന്റെ ഭാഗമായിരിക്കാം ഇപ്പോൾ വിഷനിനകത്ത് മാക്സിൻ ഡുപ്രിയെ കൊണ്ടുവന്നതും. ഓക്കെ, ശരിക്കും അതൊരു നല്ല ഇത് തന്നെയാണ്. കാരണം വിഷൻ കളയണ്ടെന്നുള്ള ഒരു ഒപ്പീനിയനുള്ളതാണ് ഞാനിപ്പം. കാരണം ഇപ്പൊ സിംഗിൾസിൽ എല്ലാവരും ഇടാനുള്ള പരിപാടികളില്ല, നടക്കാൻ പോകും. അതുകൊണ്ട് കുറച്ച് നാളിങ്ങനെ ഒന്ന് സെറ്റായി. ഇപ്പം ബ്രൗൺ ബ്രേക്കറിനെ ഒന്ന് കഴിയുമ്പത്തേന് പിന്നെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേന് അങ്ങനെ നടക്കുവാണെങ്കിൽ ഓക്കെ. പക്ഷെ അതുവരെ എങ്ങനെയും ഒന്ന് സെറ്റായി ഒരു നല്ല സ്റ്റോറി പോവുകയാണെങ്കിൽ നല്ലതായിരുന്നു.
അതെ. പിന്നെ എടുത്ത് പറയേണ്ട ഒരു എന്ന് പറഞ്ഞാൽ LA Knightന്റെ ഒരു ഗംഭീരമായ പ്രോമോ ആയിരുന്നു സെത്തുമായിട്ടുണ്ടായിരുന്ന ഒരു അടിപൊളി പ്രോമോ. അത് പ്രോമോ ആയിരുന്നു. അതെ, ഞാനത് കണ്ടിട്ട് എനിക്ക് മനസ്സിലായത് പഴയ എല്ലാ നൈറ്റിന്റെ അല്ലെങ്കിൽ ആ കുറെ നാളത്തെ ഫാൻസിന് എൻഗേജ്മെന്റ് ഉണ്ട് എല്ലാ നൈറ്റ് വരുമ്പോൾ ഇപ്പോൾ ആൾക്കാർക്ക് ആ ഒരു ഇതുണ്ട്, സപ്പോർട്ട് ഉണ്ട്. പക്ഷെ ഇച്ചിരി കുറഞ്ഞായിരുന്നു, കാരണം എല്ലാവർക്കും ഒരുമാതിരി പ്രതീക്ഷ പോയ അവസ്ഥയായിരുന്നു എല്ലാ നൈറ്റിന്റെ കാര്യത്തിൽ. കാരണം പുള്ളിക്കാരൻ എങ്ങനെയും ഒന്ന് കയറി വരും, അപ്പോഴത്തേനും അടിച്ചു താക്കും, വേറെ സ്റ്റോറി ലൈൻ ഇടും, അല്ലെങ്കിൽ ഒരു ഇതുമില്ലാത്ത രീതിയിലുള്ള ടൈപ്പ് ഓഫ് സ്റ്റോറി ലൈൻ ആയിരിക്കും അവന് കിട്ടുന്നത്. അവന് മാത്രം ചാമ്പ്യൻഷിപ്പ് റണ്ണിലോട്ട് മാത്രം ലീഡപ്പ് ചെയ്യുന്നില്ല, ബാക്കി എല്ലാവർക്കും അവന്റെ കൂടെ നിന്ന് എല്ലാവരും ചാമ്പ്യൻഷിപ്പ് അറ്റ്ലീസ്റ്റ് ഇത് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതിന് മാത്രം ഒന്നും കിട്ടുന്നില്ല. അപ്പം പക്ഷെ ആ ഒരു പ്രോമോയിൽ അവനത് ഇച്ചിരി ഒന്ന് ഓക്കെ അവനിൽ ആ ഫയർ ഉണ്ട് എന്ന്, ഓക്കെ ഹീസ് നോട്ട് ഗിവിംഗ് അപ്പ്, അവൻ ഇപ്പോൾ ആ മെയിൻ അവൻ പിക്ചറിൽ ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്കത് കാണാൻ പറ്റി. അത് വലിയൊരു കാര്യം, കാരണം അത് ഇവൻച്വലി അത് ലീഡ് ചെയ്യണം, എങ്ങനെയെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും അത് കൊണ്ടുവരണം. കാരണം ട്രിപ്പിൾ എച്ചിനോടുള്ള എനിക്ക് ഏറ്റവും വലിയൊരു ഫ്രസ്ട്രേഷൻ ഇത് ഇത്രയും ഓർഗാനിക് ആയിട്ട് ആൾക്കാർ എന്നാ പറയുന്നത് ഓവറായിട്ടുള്ള ഒരാളേൽ പ്രതീക്ഷ കൊടുക്കാതെ പുട്ട് ടൈറ്റിൽ ഓൺ ഹിം, അങ്ങനെയാണ് വേണ്ടത്. ഇപ്പം ട്രിപ്പിൾ എയിൽ നോക്കിക്കഴിഞ്ഞാൽ അണ്ടർടേക്കർ ബുക്ക് ചെയ്യുന്ന ട്രിപ്പിൾ എ എങ്ങനെയാണ് അവർ ആ എൽ ഗ്രാൻഡ് അമേരിക്കൻ എന്ന് പറഞ്ഞ ആ ക്യാരക്ടറിനെ അത് പുഷ് ചെയ്ത് പൊക്കിയെടുത്തത്. അത് അങ്ങനെ വേണം. ആൾക്കാരുടെ സപ്പോർട്ട് ഉള്ളവരെ നമ്മൾ എപ്പോഴും ക്യാച്ച് ചെയ്യണം, ഗ്രാബ് ചെയ്യണം, അല്ലാതെ ചുമ്മാ പേടിച്ച് നിൽക്കരുത്. ഓക്കെ ഇതിന് ചെയ്ത് കഴിഞ്ഞാൽ വർക്കൗട്ട് ആവോ ഇല്ലയോ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എല്ലാനായിട്ടും അതിനുള്ള കഴിവുണ്ട്, അത് അവനെ എന്നാ പറയുന്നത് ആ പുഷ് നമ്മൾ കൊടുത്താൽ എനിക്ക് ഇനി ഇത് ലീഡ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹം. കാരണം സെത്തുമായിട്ട് ഇൻവോൾവ് ആണ്. സെത്തിനെ എന്തോ അപ്പം സെത്തും റോമനും കൂടെയാണ് ഇനി ഓഫ് കോഴ്സ് നമുക്കറിയാം ഹെവി വെയിറ്റ് ചാമ്പ്യൻഷിപ്പ് സമസ്ലാമിന്. അതിനെ ഒന്നും ലീഡപ്പ് ചെയ്യാനായിട്ടൊന്നുമില്ല. എല്ലാനായിട്ട് പറഞ്ഞത് പ്രോമോയിൽ കറക്റ്റ് കാര്യമാണ്. ഞാൻ തോറ്റു നീയും തോറ്റു കിങ് ഓഫ് ദ റിംഗ് മാച്ചിൽ. അപ്പം എന്നിട്ട് നിനക്ക് പിന്നെയും ചാമ്പ്യൻഷിപ്പ്, ഞാൻ ഒരിക്കലും ചാമ്പ്യൻഷിപ്പിലോട്ട് വന്നില്ല പറഞ്ഞില്ല. പിന്നെ ഈ ചാമ്പ്യൻഷിപ്പ് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാമ്പ്യൻഷിപ്പ് എടുക്കണേ ഒന്ന് ടൂർണമെന്റ് ചെയ്യണം, അല്ലെങ്കിൽ കണ്ടന്റ് മാച്ച് ചെയ്യണം. ഇപ്പൊ ഇതൊന്നും വേണ്ടേ എന്നുള്ള രീതിയിലാണ് എല്ലാനായിട്ടും. സാധാരണ ആൾക്കാരുടെ അതേ ഒരു അത് ആ പ്രോമോയിൽ കൊണ്ടുവന്ന നൈസ് കാര്യം. അത് അങ്ങനെയൊക്കെ ഓക്കെ ആൾക്കാർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാർ പൊട്ടന്മാരല്ലല്ലോ, ബാക്കിയുള്ളവന്മാരെ പിന്നെ മണ്ടന്മാരെന്നുള്ള രീതിയിലായിപ്പോ. ഇത് ബാക്കി ഒരു ടൂർണമെന്റും ജയിക്കാത്തവൻ, അല്ലെ ജയിച്ചവൻ ആ ഫ്യൂഡ് അല്ലെ ആ ചാമ്പ്യൻഷിപ്പ് എടുക്കുന്നില്ല, അല്ലെ മാച്ചിന് പോകുന്നില്ല, ജയിക്കാത്തവന് ചുമ്മാ ടൂർണമെന്റ് തോറ്റവർ ഉടനെ ചലഞ്ച് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാത്തത്. അതിപ്പോൾ ഡബ്ല്യുഡബ്ല്യുഇയുടെ ഏറ്റവും വലിയ ഫോൾട്ടാണ് ഇങ്ങനെ ചാമ്പ്യൻഷിപ്പുകൾ ചുമ്മാ ഒരു ഡിസർവിംഗ് അല്ലാത്ത, നമ്മൾ സ്റ്റോറി ലൈൻ വെച്ച് നോക്കുമ്പോൾ ഡിസർവിംഗ് അല്ലാത്തൊരു ചുമ്മാ അങ്ങ് എടുക്കുക. ഇപ്പോൾ പഴയ സ്റ്റോറി വെച്ച് റോമനും സെത്തും നമ്മൾ കാണാത്തൊന്നുമല്ല. അപ്പം സെത്തിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നു, റോമൻ എല്ലാം ഹാൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ നമുക്കറിയാം ഹി വാസ് ഹാൻഡ് ഔട്ട് എവറിത്തിങ്. അത് എത്ര നാളാണ് നമ്മൾ കാണുന്നു, പിന്നെ അത് വെച്ചിട്ട് അലക്കുക, റീസൈക്കിൾ ചെയ്ത് എടുക്കുക പിന്നെയും. പുള്ളി ഹാൻഡ് ഔട്ട് എന്ന് പറയാനും മേല, കാരണം ഈ പ്രാവശ്യം റോയൽ റംബിൾ ജയിച്ച് എഴുതാണ് ഇത്ര നാൾ. അതാണ് ഞാൻ അളിയന്റെ എന്നാ പറയുന്നത് എക്സ്പ്ലനേഷൻ അതായിരുന്നു. അളിയൻ പറയുന്ന ഒരു ഇത് ഓക്കെ റോമന് ഞാൻ കഷ്ടപ്പെട്ട് എനിക്ക് ഇങ്ങനെ റെസ്ലർ ആകണം, മെയിൻ റെസ്മേനിയ മെയിൻ ഇവന്റ് ചെയ്യണം എന്നുള്ള കൊച്ചിലെ ആഗ്രഹത്തിലാണ് ഞാൻ വളർന്നു വന്നത്. പക്ഷെ ഞാൻ വന്നപ്പോൾ താണ്ട് എല്ലാ ഹാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരുത്തിനെ കണ്ടു, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഷീൽഡ് പൊളിച്ചത്. അതിന്റെ ബാക്കിയായിട്ടാണ് പക്ഷെ ഇനിയും അങ്ങനെയാന്നുള്ള രീതിയിലേ പോകുന്നത്. അതെ, പിന്നെ നമുക്ക് ഡ്രാഗൺ ലീ ചാറ്റ് കേബിളും ഈതൻ പേജും ആയിട്ടുള്ള ഒരു മനോഹരമായ മാച്ച് ഉണ്ടായിരുന്നു. ഈതൻ പേജും റൂസോവും ടാഗ് ടീം മാച്ച്. അതെ ഈതൻ പേജും റൂസോവും ആയിട്ടുള്ള മാച്ച്. അതില് ഇവരെ വിക്ടറീസ് ആയത് ഈതൻ പേജും റൂസോവും വിക്ടറീസ് ആയതിൽ ഡ്രാഗൺ ലീ ആണ് പിൻ ചെയ്തത്. അപ്പം കേബിളിന്റെ ആ ഒരു മാർക്കറ്റ് പോവാതിരിക്കാനുള്ള ഒരു ഇതായിരുന്നു തോന്നുന്നു. പക്ഷെ നല്ലൊരു മൂവ്മെന്റ് തന്നെയായിരുന്നു. അതൊരു ഈസി എന്നാ നമുക്കറിയാം. ഓഫ് കോഴ്സ് കഴിഞ്ഞ ആഴ്ച ഈതൻ പേജിന്റെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കുറച്ച് ഇച്ചിരി എഡ്ജി ആയിട്ടുള്ള ഓക്കെ അവർക്കെതിരെയാണെന്നുള്ള രീതിയിൽ പറഞ്ഞ ഈതൻ പേജ് ഇച്ചിരി ഒരു എഡ്ജി ക്യാരക്ടറിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരിക്കും നൈസാ. കാരണം ഇവർ ഇപ്പം ഇവഞ്ചലി ടാഗ് ടീമിലോട്ട് ഇടുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. തൽക്കാലം വേറെ ഒന്നും ചെയ്യാനില്ല. ഇപ്പൊ മിഡ് കാർഡ് ടൈറ്റിലോട്ട് അവരെ ഇടാൻ പ്ലാൻ ഇല്ലെങ്കിൽ ഓഫ് കോഴ്സ് ഇപ്പൊ ടാഗ് ടീമിലായിരിക്കും നെക്സ്റ്റ് ഇന്റർകോണ്ടിനൽ ചാമ്പ്യൻ പോസിബിളി. അപ്പം അതുകൊണ്ട് ഇപ്പം ഈതൻ പേജിനും റുസേവിനും ഒരു ടാഗ് ടീം റൺ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് ഡബ്ല്യുയുടെ ടാഗ് ടീം ഇപ്പം അലമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടയാണ്. അപ്പം എന്തെങ്കിലും ഒരു റിഫ്രഷ്മെന്റ് വരുന്നതിന് ഭാഗമായിട്ട് ഇത് കൊണ്ടുവരുവാണെങ്കിൽ ഓക്കെ. അതെ ഡെഫിനറ്റ്ലി. പിന്നെ വിമൻസ് ഇന്റർകോണ്ടിനൽ ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നു, സോൾഡർക്കും റെക്കൽ റോഡ്രിഗസുമായിട്ടുള്ള ഒരു മാച്ച്. അതിൽ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ക്ലീഷേ ജഡ്ജ്മെന്റിന്റെ സംഗതികളൊക്കെ ആയിരുന്നു. റോക്സീനും യോസ്കയും എല്ലാവരും വന്ന് ഹെൽപ്പ് ചെയ്യാൻ നോക്കി. പക്ഷെ സംഭവം അത് സോൾഡർക്കോ തന്നെ വിക്ടോറിയസ് ആയി. അതൊരു നല്ല ഇത് തന്നെയായിരുന്നു. സോൾഡർക്ക ഒരു ഡിഫെൻഡിങ് ഇന്റർകോണ്ടിനൽ ചാമ്പ്യൻ ആയിട്ട് മുന്നോട്ട് പോകുന്നു. നല്ലൊരു ഹോപ്പ്ഫുള്ളി സോൾഡർക്ക് നല്ല സ്റ്റോറികളൊക്കെ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ ഡിഫെൻഡിങ് ചെയ്തത് മാത്രം കാര്യമില്ല, ഒരു നല്ലൊരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പം ഡിഫെൻഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ ഇപ്പൊ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന വുമൻസ് ചാമ്പ്യൻഷിപ്പുകളിൽ ഇപ്പൊ എനിക്ക് സോൾഡർക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ചാമ്പ്യൻഷിപ്പും മെയിൻ റോസ്റ്ററിൽ കേട്ടോ ഒന്നും ഡിഫെൻഡ് ആവുന്നില്ല. ഈ ലിവ് മോർഗൻ ഇതുവരെ ടീമിൽ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി. റെസ്ൽമേനിയ ജയിച്ചിട്ട് ഇതുവരെ
എത്ര മാസമായി സമ്മർസ്ലാമായി ആ പുള്ളിക്കാരുടെ ഡിഫൻഡ് വരുന്നത് സമ്മർസ്ലാമിന് യോസ്കൈ ആയിട്ട് അതുവരെ ടൈറ്റിൽ ഡിഫൻഡ് ചെയ്തു. റിയ ഓക്കെ ഈ അണ്ടർസ്റ്റാൻഡ് റിയ ഇഞ്ചോർഡാന്ന് പറയുന്നു. ഇപ്പം മെനിസ്കസ് ടയർ ഉണ്ട് കാലിന്. ഇനിയിപ്പം റിട്ടേൺ ഇപ്പം എന്നത്തേനാണ് സമ്മർസ്ലാം മാച്ച് ജെപ്പഡിയിലായിരിക്കും എന്നാണ് പറയുന്നത്. സമ്മർസ്ലാമി മാച്ച് കാണത്തില്ലായിരിക്കാം എന്ന് പറയുന്നു. നമുക്കൊക്കെ അത് ദാറ്റ് മേക്ക് സെൻസ്. ബട്ട് ഈ വേൾഡ് ടൈറ്റിൽ വിമൻസ് വേൾഡ് ടൈറ്റിൽ ഇപ്പം ഒരു ഒന്നും ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുക. എന്നാൽ എനിക്കറിയത്തില്ല ഇവർ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ക്രിയേറ്റീവ് ഐഡിയ എങ്ങോട്ടാണ് പോകുന്നത്? ഇവർക്ക് ഇതൊന്നും ഒരു മൈൻഡ് ഇല്ലേ? WWE ഇൻട്രസ്റ്റ് ഒത്തിരി പേർ പോയി. സമ്മർസ്ലാമിന് ടിക്കറ്റ് ഒന്നും വിൽക്കുന്നില്ലെന്നാണ് പറയുന്നത്. അതെ 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 അതൊരു ശരിയാണ്. ഒത്തിരി ടിക്കറ്റ് അവൈലബിൾ ആയിട്ട് കിടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അതുകൊണ്ടാണ് തോന്നുന്നു ഇപ്പം CM Punkന്റെ ഒക്കെ ഒരു ഇൻവോൾവ്മെന്റും കാര്യങ്ങളും ഇവന്മാര് ചെയ്യുന്നത് തമ്പുരാൻ എന്താണ് സംഗതി എന്നുള്ളത്. പിന്നെ നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ NXTയിലെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ന്യൂ കമറായ ലീല ഡിക്സ് സാരിയുടെ NXT നോർത്ത് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഒരു ഷോട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരു ഫീറ്റൽ ഫോർവേ മാച്ച് ഉണ്ടായിരുന്നു. തിയാഹയിലും ലിസി റെയിനും ഇസിഡയും ആയിട്ടുള്ള ഒരു മാച്ചിൽ ലീല ഡിക്സ് വിക്ടറീസ് ആയി. അതൊരു സർപ്രൈസ് ആയിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു നല്ലതാണ്. കാരണം സാരിയുടെ ഉടനെ ചാമ്പ്യൻഷിപ്പ് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഒരു സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് ഇതുപോലെയുള്ള കണ്ടന്റേഴ്സിനെ ഇറക്കി പയ്യെ അങ്ങനെ ഒരു ചാമ്പ്യൻഷിപ്പ് റൺ കൊടുക്കുന്നത് നല്ലതാണ്. മറ്റേ എനിക്ക് പറയുകയാണ് മറ്റേ പുതിയ പുള്ളിക്കാരിയില്ലേ ലിസി റെയിൻ, പുള്ളിക്കാരി നല്ലൊരു സെറ്റപ്പാണ്. അപ്പം ഇപ്പൊ ഇവഞ്ച്വലി പുള്ളിക്കാരി എല്ലാം ചാമ്പ്യൻഷിപ്പിന് ഇത് ചാൻസ് കൊടുക്കുമായിരിക്കും. അതുവരെ ഇതിങ്ങനെ പോകുമായിരിക്കും. നമുക്ക് അതിനെക്കുറിച്ച് കണ്ടറിയാൻ പറ്റും. പിന്നെ നാറ്റിയും കെൻഡൽഗേ ആയിട്ടുള്ള ഒരു മാച്ച് ഉണ്ടായിരുന്നു. NXT ചാമ്പ്യൻഷിപ്പിന്റെ നമുക്ക് NXTയിൽ അറിയാം. NXT ചാമ്പ്യൻഷിപ്പുകൾ ഒരു ക്ലാസിക് വേയിൽ തന്നെയാണ് ഇപ്പോഴും അവർ സംഗതികൾ ചെയ്യുന്നത്. ഒരു ടൂർണമെന്റും കാര്യങ്ങളും ഒക്കെ നടത്തി അല്ലാതെ ചലഞ്ച് ചെയ്യുന്ന പരിപാടികളൊന്നും അങ്ങനെ അവർക്കില്ല. അതാണ് NXTയുടെ ഒരു NXT ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാകുന്നത്. നാറ്റി ലാസ്റ്റ് വീക്കിൽ നമ്പർ 1 കണ്ടൻഷൻ മാച്ച് ഉണ്ടായിരുന്നു. അതിൽ വിക്ടോറിയസ് ആയി. അതുകൊണ്ട് നാറ്റിയും കെൻഡൽഗേ ആയിട്ടുള്ള ഒരു നല്ല മാച്ച് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നാറ്റിലിയുടെ അല്ലെങ്കിൽ ഇപ്പൊ പറയുന്ന നാറ്റിയുടെ ഒരു വെറ്ററൻ സ്കിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്നതാണ്. ഒരു നല്ല മാച്ച് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ടെക്നിക്കൽ റെസ്ലിംഗിൽ ഇപ്പോഴാണെങ്കിലും വൺ ഓഫ് ദി ബെസ്റ്റ് നാറ്റി. അത് നമുക്ക് കാണാം അവളുടെ എല്ലാ മാച്ചിലും. പിന്നെ കെൻഡൽ ഗ്രേ പോലെ ഒരു നല്ല വർക്കറും കൂടെ കിട്ടിയാൽ നൈസ്. അത് നമുക്ക് കാണാനുണ്ടായിരുന്നു ആ മാച്ചിൽ. അതെ. പിന്നെ നമുക്ക് ഫ്രൈഡേ നൈറ്റിനെ കുറിച്ച് സ്മാക്ക് ഡൗണിനെ കുറിച്ച് പറഞ്ഞു പോകുമ്പോഴത്തേന് സ്മാക്ക് ഡൗൺ തുടക്കം കുറിച്ച് തന്നെ CM Punkന്റെ ഫസ്റ്റ് അപ്പിയറൻസ് ആണ് അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ ആയിട്ടുള്ളത്. അത് ലാസ്റ്റ് വീക്കിൽ ഫസ്റ്റ് അപ്പിയറൻസ് സാമി സെയിൻ ആയിരുന്നു അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ. ഈ വീക്കിൽ അത് CM Punk. അതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ USA നെറ്റ്വർക്ക് CM Punkനെ വേണമെന്നുള്ള ഒരു ഇതിൽ മൂവ് ചെയ്യാനുള്ള ഒരു പരിപാടി ആയിരുന്നിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആക്ച്വലി അത് വന്ന ഉടനെ കോഡി റോഡ്സ് വന്ന് ചാലഞ്ച് ചെയ്തു. രണ്ടുപേരുടെ കണ്ണ് കാണാൻ ഒരാളുടെ റൈറ്റ് അല്ല രണ്ടുപേരുടെ റൈറ്റ് ആയിരുന്നു തോന്നുന്നല്ലേ? പഞ്ചറായിട്ടിരിക്കുന്നു. ഇത് എന്താണെന്ന് ആലോചിച്ചോണേ. ഇത് കോടി തോറ്റേ ഉള്ളൂ. കോടി തോറ്റ അതിന്റെ പുറകെ. എന്നാ പിന്നെ സാമിയ അതിനകത്ത് ഓക്കെ. സാമിയ നല്ല കാര്യം CM Punk പറഞ്ഞു. ഞാൻ ഇച്ചിരി മുമ്പേ പറഞ്ഞ പോലെ നിനക്ക് റീമാച്ച് ഉണ്ട് എപ്പോഴാണ് റെഡി ആകുമ്പോൾ പറഞ്ഞാൽ മതി. ഈ കോടി മാത്രമായി പോയായിരുന്നു. അത് ഇതിനകത്തും ഉണ്ട്. നമ്മൾ കോടിയുടെ മ്യൂസിക് അടിച്ചു. കോടി ഇറങ്ങി വന്നപ്പോൾ ആൾക്കാർ ക്രൗഡ് ഗോസ് മൈൽഡ്. ക്രൗഡും വലിയ താല്പര്യമൊന്നുമില്ല. ഇവനോ എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അത് ആ വിരസത ഒഴിവാക്കണം. എന്തുമാത്രം ഇപ്പം നമ്മുടെ തൊണ്ടയിലോട്ട് തള്ളിക്കയറ്റി വെക്കുക കോടിയെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പം. കോടിയെ കൂടി വീട്ടിൽ വിടും. നമുക്കറിയാം ജോൺസീന ആരായിരുന്നു. ജോൺസീന പറയുമ്പോൾ ഈസ് എ ഗ്രേറ്റസ്റ്റ്. ബട്ട് ഒരു പരിധി കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവർക്കും മടുക്കാൻ തുടങ്ങി. ജോൺസീന സക്സ് എന്നുള്ള ആ ചാൻഡ് വരെ വന്നത് അങ്ങനെയാണ്. എല്ലാ ചാമ്പ്യൻഷിപ്പിലും അളിയനായിരുന്നു ഒരു നീണ്ട ഒരു വർഷങ്ങൾ. അതുപോലെ ആക്കാതിരുന്നാൽ മതി. കോടിയെ ചാമ്പ്യൻഷിപ്പ് കൊടുത്ത് റൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഈസ് എ ഫേസ് ഓഫ് ദ കമ്പനി. യു ഡോണ്ട് നീഡ് ദ ടൈറ്റിൽ ആക്ച്വലി അറ്റ് ദിസ് മൊമെന്റ്. തീർച്ചയായിട്ടും. പക്ഷെ അത് ഇവരെ ബുക്ക് ചെയ്തിരിക്കുന്ന SummerSlamൽ ഇപ്പം ഒഫീഷ്യലി CM Punkും കോഡി റോഡ്സും ആയിട്ടാണ്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പം സാമിയും നമ്മുടെ ഗന്തറും ടീമപ്പ് ചെയ്ത് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിൽ കോഡിയെയും CM Punkും ആയിട്ടുള്ള ഒരു മാച്ചും അനൗൺസ് ചെയ്തിട്ടുണ്ട്. മാച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് നിക്കാൽഡിസുമായിട്ട് ഗന്തർ ആദ്യമേ പറയും ഓക്കെ നിന്റെ പണി എനിക്ക് തെറിപ്പിക്കാൻ ഈസിയാ. ഞാൻ പറയുന്ന പോലെ ഐ വാണ്ട് ദ ചാമ്പ്യൻ എന്നുള്ള രീതി പറയും. വൺ കോഡി ഓർ CM Punk എന്നുള്ള രീതി പറയും. അപ്പോൾ നിക്കാൽഡിസ് അവസാനം ഒരു ഓക്കെ നിനക്ക് രണ്ടുപേരും വേണം ഓക്കെ തന്നേക്കാം എന്നാൽ നീ അങ്ങനെ രീതിയിലാണ് ഒരു ക്രിക്കറ്റ് വേയിലൂടെയാണ് കളിച്ച് ഓക്കെ നിനക്ക് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിൽ ടാഗ് ടീം മാച്ച് വെക്കാൻ തുടങ്ങി. അപ്പോഴത്തേനാണ് ഗന്ധറിനത് പിടിച്ചില്ല. ഗന്ധർ പിന്നെയും നിക്കാൾഡിസിനെ എടുത്തിട്ട് അടിച്ചു. നല്ലൊരു അടിയായിരുന്നു അവിടെ. അത് ചിലപ്പോൾ ഒരു പക്ഷേ ഇനിയിപ്പം സമ്മർസ്ലാമിലൂടെ റൂമറുണ്ട് നിക്കാൾഡിസ് തിരിച്ച് റെസ്ലറായിട്ടുള്ള ഒരു ഇത് നമുക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ ഒരുപക്ഷെ മാച്ച് ഉണ്ടായിരിക്കും. ഗന്ധർ വേഴ്സസ് നിക്കാൾഡിസ് ആയിരിക്കാം എന്ന് പറയുന്നു. പക്ഷേ സാമി എന്തെങ്കിലും ഒരു ഇൻവോൾവ്മെന്റ് വരുമായിരിക്കും സാമിക്ക്. കാരണം ഇപ്പോൾ അതിന്റെ ബാക്കിയായിട്ട് ഇപ്പം ഒരുപക്ഷെ ട്രിപ്പിൾ ത്രെറ്റ് ഓഫ് ഫൈനൽ ഫോർ ഒന്നും അനൗൺസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതെ
അത് മാത്രമല്ല ഇതിനകത്ത് പറയുന്നുണ്ട്, കോടി പറയുന്നു, സി എം ഒക്കെ കോടിയോട് പറയുന്നുണ്ട്, കോടി വരുമ്പോഴത്തേനെ ഞാൻ പ്രതീക്ഷിച്ചത് നമ്മൾ റെസിൽമേനിയയിൽ മെയിൻ ഇവന്റ് ചെയ്യുമെന്നാണ്, പക്ഷെ നമുക്ക് അതിനും അതുവരെ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല, ഒക്കെ നമുക്ക് തമ്മിൽ അവോയ്ഡ് ചെയ്യാൻ സാധിക്കുമല്ലോ, ഞാൻ ചാമ്പ്യനാന്നുള്ള രീതിയിൽ പറഞ്ഞു. ആ രീതിയിൽ അത് പറഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഇവഞ്ച്വലി ദ ലീഡിങ് അപ് ടു ദ മെയിൻ ഇവന്റ് ഓഫ് റെസിൽമേനിയ വിൽ ബി മേ ബി കോടി വേഴ്സസ് പങ്ക് ആയിരിക്കാം. അതെ അതെ, മേ ബി നമുക്ക് കണ്ടറിയാം ആ കാര്യം. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പം സൗദിയിലാണ് സെയിം ഈ പ്രാവശ്യത്തെ റെസിൽമേനിയ നടക്കുന്നത്. അപ്പം ഇനിയും സാമിക്ക് വീണ്ടും എന്തെങ്കിലും ഒരു ചാമ്പ്യൻഷിപ്പ് ആയിട്ടുള്ള ഒരു മാച്ചോ അല്ലെങ്കിൽ ചാമ്പ്യൻ ആയിട്ടോ എന്തെങ്കിലും സംഗതി നടക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. അതെ, അതിപ്പം എങ്ങനെ ഇതൊരു നൈസൊരു വില്ലനാർക്കാ സത്യത്തിൽ. സാമിയെ ഒരു നല്ല ഫുൾ ബ്ലോൺ ഹീലാക്കാൻ പറ്റിയ അവസരം. അവന്റെ ആ പ്രോമോയും അങ്ങനെയായിരുന്നു, നല്ല പാഷനേറ്റ് ആയിട്ട് സിയമ്പങ്ങിന്റെ തെറി പറഞ്ഞ അവന്റെ തള്ളക്കി വിളിച്ച് നല്ലൊരു പ്രോമോ ആയിരുന്നു അവസാനം. വാലിഡ് ആയിട്ടുള്ള ക്രാഷ് ഔട്ട് ആയിരുന്നു. അതായത് നമ്മളെല്ലാം സിയമ്പങ്കാരാണ്. സിയമ്പങ്ക് നേരത്തെ പറഞ്ഞോണ്ടിരുന്ന പാർട്ട് ടൈമേഴ്സ് വന്ന് ബെൽറ്റ് എടുക്കുന്നു, അങ്ങനെയാണ്. എന്നിട്ട് സിയമ്പങ്ക് ആ പണി തന്നെ ചെയ്തു. അപ്പൊ എല്ലാവരും ട്വീറ്റ് ചെയ്യുന്നുണ്ട്, അതൊക്കെ നൈസ് ആയിരുന്നു. അതായത് ബെക്കി ട്വീറ്റ് ചെയ്തു, സെത്ത് ട്വീറ്റ് ചെയ്തു, ഡ്രൂ മക്കിൻഡർ ട്വീറ്റ് ചെയ്തു. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനെ അതൊരു നൈസ് സ്റ്റോറി ലൈനോട്ട് കണക്ട് ചെയ്യും. അതുപോലെ തന്നെ മേ ബി സാമി സൈന് വേണ്ട ചെറിയൊരു ഫാക്ഷൻ ഒക്കെ തുടങ്ങിയ ഒരു ഹീൽ ഫാക്ഷൻ ആയിട്ടും വേണം. കാരണം ജോണി ഗാഗാനോ കാൻഡിസ് ലെറയുടെ ഒരു ബാക്ക് സ്റ്റേജ് ഉണ്ടായിരുന്നു സിയമ്പങ്കുമായിട്ട്. ഓക്കെ, സാമിയെ പോലുള്ളവരായിരുന്നു ഞങ്ങളുടെ ഹോപ്പ്. ഇപ്പൊ ഇനി നീ വന്നേച്ചാൽ അത് നശിപ്പിച്ചു. 9 ദിവസം ഞങ്ങൾക്ക് ഹോപ്പം സിയമ്പങ്. ഓക്കെ, നിനക്ക് 9 ദിവസം ഹോപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, ഐ ഡോണ്ട് മൈൻഡ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പറഞ്ഞു ജോണി റെസ്ലിംഗിനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നുള്ള രീതിയിൽ ജോണി അവിടെ കിടക്കുമ്പോൾ സിയമ്പങ് പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഒരു പക്ഷേ ഇതെല്ലാം ഒരു ഇൻവോൾവ്മെന്റ് വരാനും ഒരു സാമിയുടെ ഇവഞ്ച്വൽ ഹീൽ ടേണും സാമിക്ക് പിന്നെയും ഈ ടൈറ്റിൽ പിക്ചറിലോട്ട് വരാനും ഒക്കെ ആയിട്ടുള്ള ഒരു ഇതിലോട്ട് ലീഡ് ചെയ്യണം. അങ്ങനെ ആയിരിക്കും അവർ പ്ലാൻ ചെയ്യുന്നത്. അല്ല പിന്നെ ഈ സ്റ്റോറി സാമിയും ജോണിയും കാൻഡിസിനെ ഇൻവോൾവ് ചെയ്ത് പോകേണ്ട കാര്യമൊന്നും. അതെ അതെ, ശരിക്കും പറഞ്ഞാൽ ജോണി ഇപ്പം PV ടൈം എന്ന് പറഞ്ഞ ആകെ ഇതിന്റെ കിടക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ ഇവിടം വരെ വരുന്ന ട്രാവൽ ചെയ്ത്, അല്ലെ ട്രാവൽ ചെയ്ത് എവിടെയെങ്കിലും വന്ന് കിടക്കുക. അതാണ് ജോണി ഇപ്പൊ കിട്ടുന്ന ജോണി ഗാർഗാനോയുടെ ടൈം, അൺഫോർച്ചുനേറ്റ്ലി. ഓക്കെ, പിന്നെ നമുക്ക് ബ്ലഡ് ലൈനിന്റെ ആ ഒരു സെക്ഷൻ അടുത്ത ഒരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു. ജിമ്മിയോസോ ആക്ച്വലി റോയ്സ്കീസോ ആയിട്ടുള്ള ഒരു മാച്ച് ഉണ്ടായിരുന്നു. അതില് സോളോ സിക്കാവോ ഒന്ന് ഇടയ്ക്കൊന്ന് ഇന്റർഫിയർ ചെയ്തു സോളോ. അപ്പൊ ജേക്കബ് വന്നു, അപ്പൊ അവരും തമ്മിലായി. പിന്നെ അങ്ങനെ ഒരു സംഗതി നടന്നിരുന്നു. ബ്ലഡ് ലൈനും റോയ്സ്കീസും സംഗതി എന്തോ ബ്ലഡ് ലൈനുമായിട്ടൊരു പരിപാടി നടക്കുന്നുണ്ട്, അല്ലെ? ജേക്കബാറ്റുമായിട്ടുള്ള കണക്ഷനാണ്. റോയ്സ്കീസും ജേക്കബാറ്റും പണ്ടുമായിട്ടുള്ള കണക്ഷനാണ്. അപ്പൊ അതിനകത്ത് അങ്ങനെയാണ് ഇപ്പം റോയ്സ്കീസ് ഇൻഡയറക്ട്ലി ബ്ലഡ് ലൈൻ്റെ ഇതിൽ കണക്ട് ആയേക്കുന്നത്. ഇതിപ്പം ഇനിയിപ്പോൾ സർവൈവർ സീരീസിലോട്ടാണോ പോകുന്നത്, ബ്ലഡ് ലൈൻ വേഴ്സസ് എവ്രിബഡി എന്നുള്ള രീതിയിൽ. ഇപ്പം റോയ്സ്കീസും LA നൈറ്റും ഇപ്പൊ ഇവൻ സോളോയും എല്ലാം കൂടെ കൂടി അലമ്പാക്കാനാണോ? ആയിരിക്കാം. ഇതിപ്പോ എന്താ സംഗതി, നമുക്ക് ഇപ്പൊ LA നൈറ്റ് എവിടെ ഉണ്ട്, എല്ലാ ഈ ബ്ലഡ് ലൈനിന്റെ പരിപാടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു. നമുക്ക് കണ്ടറിയാൻ കാര്യങ്ങൾ എന്താണ് അവര് മുന്നോട്ടുള്ള സ്റ്റോറി എങ്ങനെ ആയിരിക്കും. പിന്നെ ഫിൻബാലറിന്റെ ഒരു മാച്ച് ഉണ്ടായിരുന്നു, ഓൾഡ് റൈവൽ അല്ലെങ്കിൽ ഓൾഡ് ടീംമേറ്റ്സ് തമ്മിലുള്ള. കഴിഞ്ഞ ആഴ്ച ഫിൻബാലറിനെ അറ്റാക്ക് ചെയ്യുന്ന ഭാഗമായിട്ടല്ലേ ടാമറ്റോങ്ക വേഴ്സസ് ഫിൻബാലർ. ടാമറ്റോങ്ക ഉണ്ടായിരുന്നു റിംഗ് സൈഡിൽ, നല്ലൊരു മാച്ചായിരുന്നു. ഫിൻബാലറിന്റെ എല്ലാ ഒഫൻസും എല്ലാം അതിനകത്ത് നമുക്ക് കാണാം. അതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവസാന ഫിനിഷിന് മുമ്പ് ഫിൻബാലർ ഒരു ഡൈവ് അടിക്കും വെളിയിലോട്ട്. ഇപ്പൊ ടാലറ്റോങ്കയുടെയും ഇവന്റെ ദേഹത്തോട്ടാണ് വീഴുന്നത്. ഇപ്പം അതിനകത്ത് കാണാൻ പറ്റിയത് ഇപ്പോൾ ഉറപ്പാണെന്ന് അറിയത്തില്ല. ടാലറ്റോങ്ക നീ പിടിക്കുന്നുണ്ടായിരുന്നു. ഇഞ്ചർ ആയോ എന്നറിയത്തില്ല. അതിപ്പം അത്ര പൊക്കമുള്ള മനുഷ്യനല്ലേ, ഇപ്പൊ പെട്ടെന്ന് വല്ലതും പറ്റിയതാണോ, അത് കുറച്ചു നേരം പിടിക്കുന്നുണ്ടായിരുന്നു, വേദന എടുക്കുന്ന പോലെ. മാച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും തിരിച്ച് കയറി വന്നപ്പോഴത്തേന് നമുക്ക് മനസ്സിലാവും. അത് എനിക്ക് തോന്നുന്നില്ല അതൊരു ഇഞ്ചുറി തന്നെ, ലെഗ്സിൽ ഇഞ്ചുറി തന്നെയാണെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലായിരുന്നു. ആക്ച്വലി അത് നല്ലൊരു മാച്ച് തന്നെയായിരുന്നു. അതൊരു നല്ല റേറ്റഡ് ഒരു മാച്ച് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ അലക്സ ബ്ലിക്സിന്റെയും ജെയ്ഡ് കാർഗിലിന്റെയും ഒരു മാച്ച് ഉണ്ടായിരുന്നു ഇതില്. അപ്പം ജെയ്ഡ് കാർഗിൽ നമുക്കറിയാം ഇപ്പം ജെയ്ഡിന്റെ സംഗതിയൊക്കെ നടക്കാൻ ഈ പാഗും എച്ചിനും ഒക്കെ ആയിട്ടുള്ള ഇൻവോൾവ്മെന്റും ഒരു സംഗതി യൂഷ്വലി ഇപ്പം നടക്കുന്നു. ആ പരിപാടി തന്നെയൊക്കെ ആയിരുന്നു. പിന്നെ ഷാർലറ്റ് ഏറ്റവും അവസാനം ജെയ്ഡാണ് വിക്ടറീസ് ആയത്, അല്ലേ? ജെയ്ഡ് വിക്ടറീസ് ആയി. പിന്നെ അലക്സ ബ്ലിസിനെ സംഭവം കുറച്ച് വീക്കായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അലക്സ ബ്ലിസിനെ നമ്മൾ മാറ്റി നിർത്താൻ, ടിവിയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. റൈറ്റ് ഓഫ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു, അല്ലെ? ആ ആംഗിളിലാണ് അവർ ഇത് ചെയ്തത്, കൈ. അതെ, ഇത് ഇപ്പം കുറച്ച് നാളത്തെ ഇപ്പം ഈ ടാഗ് ടീം സ്പ്ലിറ്റ് ചെയ്യാൻ വേറെ വഴിയില്ലാഞ്ഞോണ്ട് ആകാം. കാരണം രണ്ടുപേരും ഫേസ് ആണ്, രണ്ടുപേർക്കും അടി ഉണ്ടാക്കി പിരിയാൻ പറ്റത്തില്ല. ഇപ്പം ചാമ്പ്യൻഷിപ്പിന് ഇപ്പം ഇയോയും റിയായും പിരിഞ്ഞ പോലെ അതിപ്പോൾ ഉടനെ ഒന്നും ചെയ്തതല്ലേ, അപ്പോൾ ഉടനെ അങ്ങനെ തന്നെ ചെയ്യുന്നതും പറ്റത്തില്ലല്ലോ. അപ്പം എന്തെങ്കിലും ഒരു ഇവന്റ് ഇപ്പം അങ്ങനെ ഉള്ളൊരു പ്രതീക്ഷയോടെ ആയിരിക്കാം ഇങ്ങനൊരു, അല്ലെങ്കിൽ ചിലപ്പം അലക്സ ബ്ലിസിന് ടൈം ഓഫ് വേണമായിരിക്കാം. എന്നാലും അലക്സ ബ്ലിസിനെ പോസിബിളി ഇത് ചെയ്തു, റൈറ്റ് ഓഫ് ചെയ്തു. ഇനിയിപ്പം നമ്മൾ ഈ ഫ്യൂഡിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഷാർലറ്റ് ഉണ്ട്, ടിഫനി ഉണ്ട്, പിന്നെ ചെൽസി ഗ്രീൻ ടെക്നിക്കലി. അപ്പം ഇവർ മൂന്നും ആയിരിക്കും അവർ. പക്ഷേ മിച്ചിനും ബീഫാബും ജെയ്ഡുമായിട്ട് ഉള്ള മാച്ച്
അതും നമുക്ക് ഇവഞ്ച്വലി ഇപ്പം അത് എങ്ങോട്ടാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് ജെയ്ഡ് എടുക്കും അല്ലെങ്കിൽ വുമൻസ് ചാമ്പ്യൻഷിപ്പിലോട്ട് ഇൻവോൾവ് ആകുമോ? കാരണം റിയ ഇഞ്ചോർഡ്, അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു വിമൻസിൻ്റെ ഒരു 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 സെഗ്മെന്റ് വേണമല്ലോ, സ്മാക്ക് ഡൗണിൽ അത് വേണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അതെ 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 തീർച്ചയായിട്ടും അതിപ്പം സംഭവം നമുക്ക് അത് നെക്സ്റ്റ് വീക്കിൽ അത് അറിയാൻ പറ്റും എങ്ങനെയാണ്. സമ്മർസ്ലാം അടുക്കാറായി, ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ തന്നെയാണ് സമ്മർസ്ലാം, ഇനി ആകെ 2 weeks ഉള്ളു അല്ലേ? ഇനിയിപ്പോൾ 3 weeks എന്ന് പറയാം. അടുത്ത ആഴ്ച സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ് ആണ്, അത് മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ അല്ലേ. അപ്പം അതിനകത്ത് 3 മാച്ചാണ് ഇപ്പം അനൗൺസ് ചെയ്തേക്കുന്നത്. ഇത് ടാക് ടീം, നമ്മൾ പറഞ്ഞ ടാക് ടീം മാച്ച് CM Punk, കോഡി വേഴ്സസ് ഗന്ധർ ആൻഡ് സാമി. പിന്നെ ഒരു സിംഗിൾസ് മാച്ച് ഡാൻഹൗസൻ വേഴ്സസ് JD മക്ഡോണ. പിന്നെ സ്മാക്ക് ഡൗൺ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു WWE വുമൻസ് ടാക് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച് ബ്രീ ബെല്ല ആൻഡ് പേജ് വേഴ്സസ് ഫേറ്റൽ ഇൻഫ്ലുവൻസ്. അപ്പം ഈ 3 മാച്ച് എന്റെ കളി ഒന്നും പറയണ്ട. ടാക് ടീം ചാമ്പ്യൻഷിപ്പ് ഒന്നാമത് എല്ലാ ടാക് ടീം ഡിവിഷനും WWEയുടെ ടാക് ടീം ഡിവിഷൻ മൊത്തത്തിൽ അലമ്പ. സ്മാക്ക് ഡൗൺ പണ്ടേ വിമൻസിന്റെ ടാക് ടീം അറിയാമല്ലോ, പണ്ടേ ഒരു ഫോക്കസ് ഇല്ലാത്ത ഒരു സെഗ്മെന്റാണ്. ബെയിലിയും സാഷ ബാങ്ക്സും ഉണ്ടായിരുന്ന സമയത്താണ് പിന്നെയും ഇച്ചിരൂടെ ഒരു വില ഉണ്ടായിരുന്നു ടൈറ്റിലിന്. ഇപ്പാണ് എന്തുവാ എനിക്കറിയാമല്ലോ, ഒരു കാര്യമില്ല, ചുമ്മാ അവിടെ എവിടെ തൊട്ട് പിടിച്ചുള്ള ഒരു പരിപാടികളാണ് മുഴുവൻ. അത് ഇവരുടെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇച്ചിരി ഒരു പ്രതീക്ഷ നമുക്ക് കൊടുക്കാം. കാരണം അവരൊരു എസ്റ്റാബ്ലിഷ് ടാക് ടീം ആണല്ലോ, NXT തൊട്ടേ അവർ എടുക്കുമായിരിക്കാം ഒരു പക്ഷേ. എനിക്ക് എടുക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ അതിനകത്ത് നമ്മൾ ഇപ്പം ബേറൻ കോർബിന്റെ റിട്ടേൺ പോലെ എല്ലാവരും ഒരു റൂമേഡ് റിട്ടേൺ ആണ് എൻസോ ആൻഡ് കാസ്. ഇപ്പം ഒരു പക്ഷേ ഇപ്പം ഡാൻ ഹൗസന്റെ എന്തെങ്കിലും കുക്കപ്പ് ചെയ്ത് എന്തെങ്കിലും എൻസോ ആൻഡ് കാസിനെ ഇറക്കുമോ എന്നറിയത്തില്ല. ഞാൻ ആ പ്രതീക്ഷയിലിരിക്കുന്നു കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആ ഒരു കാര്യത്തിൽ. എൻസോയും കാസും റിട്ടേൺ ആണെന്ന് പറയുന്നോട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അതെ നമുക്ക് തീർച്ചയായിട്ടും, കാരണം അവിടെ ആ മൊമെന്റ് ഒന്ന് ശരിക്കും പറഞ്ഞാൽ ജെഫ് ഹാർഡി, അതായത് ഹാർഡി ബോയ്സിന്റെ റിട്ടേണിൽ തീർന്നതാണ്. 2016 റെസിൽമേനിയയിൽ അവർ സപ്പോസ് ചാമ്പ്യൻ ആവേണ്ടതായിരുന്നു. അപ്പോൾ ഹാർഡി ബോയ്സിന്റെ റിട്ടേണിൽ ഇതാണ്. പിന്നെ നമുക്ക് കോർബിന്റെ റിട്ടേണും അത്യാവശ്യം നമുക്ക് പറയുകയാണെങ്കിൽ വളരെ മൈൽഡ് ആയി പോയി. നമ്മൾ പ്രതീക്ഷിച്ചില്ല ഒന്നും ഒരു മൂവ്മെന്റ് ഇല്ലായിരുന്നു. എന്താണ് ഇങ്ങനെ, അതായത് ഒരു ഇതുമില്ലായിരുന്നു. ഒരു മിനിറ്റോളം സൈലന്റ് ആയിപ്പോയി. ആൾക്കാർ തന്നെ സംഭവിക്കുക എന്നുള്ള രീതിയിലായി പോയി. അത് നമുക്ക് പ്രതീക്ഷിക്കാം. അതിപ്പം ഓരോ സിറ്റിയിലും ഓരോ ഇതിലും പോലെ ഇരിക്കും. ഒക്ലഹോമ സിറ്റി അത്ര വലിയ ഇതല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കാം. പിന്നെ എന്നാണല്ലോ അവന്റെ ഫിനിഷർ എടുത്തപ്പോൾ ആൾക്കാർ വാ എന്നുള്ള രീതിയിൽ. ആ ഫിനിഷറിനുള്ള പ്രത്യേകതയാണ് അത്. ഈ ഒരു ന്യൂ ഏജിലെ ഏറ്റവും ബെസ്റ്റ് ഫിനിഷറിൽ ഒന്നാണ് WWE. ഭയങ്കര സേഫ് ആയിട്ട് ചെയ്യാനും പറ്റും, നല്ല എഫക്റ്റീവ് ആണ് കാണാനും. ബെക്കി ലിഞ്ചിനെ കോർബിന് ആ ഫിനിഷർ അടിച്ചപ്പോൾ ഉള്ള ആ ഹീറ്റ് അത് സൂപ്പറല്ലായിരുന്നു. അത് നമുക്ക് കാണാൻ പറ്റും. അവനെ മൂവ് അടിച്ചപ്പോൾ, അത് റിക് വില്യംസിനെ രണ്ടുപേരെ മൂവ് അടിച്ചപ്പം ആൾക്കാർ ഓക്കെ ചീർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവഞ്ച്വലി നമുക്കത് കാണാൻ പറ്റും. ചിലപ്പം ടൈമിങ്, ആ സിറ്റിയിലെ ടൈമിംഗ് ആയിരിക്കാം അത് ഒന്നും വർക്കൗട്ട് നിശ്ചിത രീതിയിൽ നമ്മൾ ആ പ്രതീക്ഷിച്ച പോലെ ഒരു ഹൈപ്പ് കിട്ടിയില്ല. അതെ അത് പെട്ടെന്നായിരുന്നു. ഒരു ട്രേഡ് മാർക്കും കാര്യങ്ങളും മറ്റേ ഇവിടുന്ന് MLW ചാമ്പ്യൻഷിപ്പ് റിലീസ് ചെയ്തു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു സംഗതി. എന്തിനാണ് ഇപ്പൊ കോർബിനെ കൊണ്ടുവന്നത്? മീൻസ് നല്ലൊരു വെസ്റ്റലാണ്. മീൻ ഒരു 2018 കാലഘട്ടത്തിലൊക്കെ ഒരു വേൾഡ് ചാമ്പ്യൻ ആവും നമ്മൾ എക്സ്പെക്ട് ചെയ്ത മനുഷ്യനാണ്. എന്നാൽ പിന്നെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി. AEW ഒരു പോയി ഷോ ചെയ്തു അല്ലെ, ഒരു മാച്ച് ഡാർക്ക് മാച്ച് ഉണ്ടായിരുന്നു. അത് എന്നാ കുഴപ്പമെന്ന് പറഞ്ഞാൽ അവനെ തിരിച്ചു കൊണ്ടുവന്നതിന്റെ കാര്യം അവന് നല്ല റാപ്പാണ് ബാക്ക് സ്റ്റേജിൽ. അതിനെ എല്ലാവർക്കും ഭയങ്കര താല്പര്യമുള്ള കാര്യം. ആരുമായിട്ട് ഒരു വിഷയമില്ല, ഭയങ്കര ടീം പ്ലെയർ ആണ്. അതുകൊണ്ട് ആയിരിക്കാം അവന് നല്ല ഇതിലാണ് പോയത്. അവനെ റിലീസ് ചെയ്തപ്പോൾ അവന് വിഷയമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ആൾക്കാരുമായിട്ടുള്ള നല്ല ബന്ധമുള്ളത് കൊണ്ട് ആണ് ഒരു പക്ഷേ അവനെ കൊണ്ടുവന്നത്. ഇപ്പം പിന്നെ ടാക് ടീം ഡിവിഷനിൽ എന്തെങ്കിലും വേണോ, അല്ലെങ്കിൽ ഇങ്ങനെ മിഡ് കാർട്ടിലൊക്കെ ആൾ വേണമല്ലോ. അപ്പം ഈ അളിയനൊരു ടാക് ടീം സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഇപ്പോൾ പോകുന്നത്. ടൂർണമെന്റ് ഡൈജാക്ക് പണ്ടത്തെ അല്ലേ, അളിയനുമായിട്ടാണ് ടാക് ടീം ആയിരുന്നു. അത് നൈസായിരുന്നു. അപ്പം ഒരു പക്ഷേ ടാക് ടീം ഡിവിഷനിലോട്ടും വേണമെങ്കിൽ അവനെ ഇടാം, കുഴപ്പമൊന്നുമില്ല. പണ്ട് റോൺ ബ്രേക്കർ അവനൊരു ടാക് ടീം ചാമ്പ്യൻസ് ആയിരുന്നു NXT. അപ്പം അതും നമുക്ക് വേണം റീഗ്നേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ സ്മാക്ക് ഡൗൺ വന്നുകൊണ്ട് ഓഫ് കോഴ്സ് ഈസ് ഇൻ ദ മിഡ് കാർഡ് ഫ്യൂഡ് എനിവേസ്. അതെ തീർച്ചയായിട്ടും അത് നമുക്ക് വരുന്ന വീക്കിൽ കൂടുതൽ സമ്മർ സ്ലാമിന്റെ വിശേഷങ്ങളും കൂടുതൽ മാച്ചസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പം കൂടുതൽ റിവ്യൂവും അപ്ഡേറ്റും കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ചത്തെ റെസ്ലിംഗ് ഇവന്റ്സും അനാലിസിസുമായി വീണ്ടും കാണാം. Thanks for watching the Pro Wrestling Analyst.